കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ UDF എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള സഹകരണ ധർണ്ണ നടത്തുകയാണ്. ഈ സഹകരണ ധർണ്ണയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ 4 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അത് ജനങ്ങളിൽ ആ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാട്ടുന്നതിനും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ അപ്പാടെ വളരെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ത്രിതല പഞ്ചായത്തുകൾ എത്തിച്ച ഗവൺമെന്റ് ചെയ്തികളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് UDFന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ള രാപ്പകൽ സമരങ്ങൾ നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 9 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോവിഡിന്റെ കാലഘട്ടത്തിൽ 2020 കോവിഡ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിയെന്നുള്ളൂ. മറ്റ് എവിടെയും ലോകത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് എവിടെയും അതാത് ഗവൺമെന്റുകളാണ് അന്ന് അധികാരത്തിൽ തിരിച്ചു വന്നത്. നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ മേഖലകളും എടുത്താൽ നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ എടുക്കുക. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ആദ്യം ഈ പഞ്ചായത്തുകൾ മുൻകാലങ്ങളൊക്കെ എന്തായിരുന്നു ചെയ്യുന്നത്? പാവപ്പെട്ടൊരു വീട് എന്നൊരു സ്വപ്നം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷാ ഫീസ് 30 രൂപയിൽ നിന്നും 500 രൂപയാക്കിയും കെട്ടിട നികുതി ഇരട്ടിയാക്കിയും പെർമിറ്റ് ഫീസ് ക്രമാതീതമായും വർദ്ധിപ്പിച്ചതുകൂടാതെ വില്ലേജ് ഓഫീസിൽ അടവാക്കേണ്ട ഒറ്റത്തവണ നികുതിയും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടവാക്കേണ്ട സെസ്റ്റ് പ്ലാൻ ഉൾപ്പെടെ 1200 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ച് നമ്പർ ലഭിക്കുവാൻ ഒരാൾക്ക് 5000 രൂപ ചെലവ് വന്നിരുന്ന സ്ഥാനത്ത് 25,000 രൂപ ചെലവ് വരുന്ന തരത്തിലേക്ക് പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി സാധാരണക്കാരായ ജനങ്ങളെ സർക്കാർ ദ്രോഹിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഓരോ സാമ്പത്തിക വർഷവും വാർഷിക പദ്ധതി തുകയിൽ നൽകിയിരുന്ന വർധനവ് ഒഴിവാക്കുകയും സ്പിൽ ഓവർ തുക നൽകാതെയും ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാരിന്റെ നിലപാടിനെതിരെയുമാണ് UDF രാപ്പകൽ സമരം നടത്തുന്നത്. UDF പഞ്ചായത്ത് ചെയർമാൻ അഹമ്മദ് കുട്ടി അധ്യക്ഷനായി. KPCC മെമ്പർ V സുധാകരൻ, മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് VP അഹമ്മദ് കുട്ടി മദനി, എടവണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് EA കരീം, UDF പഞ്ചായത്ത് ജനറൽ കൺവീനർ V ഹൈദർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് VP ലുക്മാൻ, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ, U കുഞ്ഞുമുഹമ്മദ്, ഇർഷാദ് ആര്യൻ തൊടുക, TP റൌഫ്, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.